ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും എ വിത്ത് എയ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്തത് ഏതെല്ലാമാണ് ഇപ്പോഴത്തെ ജോബ് റെലവൻ്റ് ആയിട്ടുള്ള സ്കിൽസ്, അതിൽ നമ്മൾ ഏതെല്ലാം പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒന്നായിരുന്നു ബിൽഡ് ചെയ്യുക, അതായത് എ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനുള്ള സ്കിൽ. അപ്പോൾ അത് നമ്മൾ എ പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അബ്സല്യൂട്ട് ബിഗിനർ, കംപ്ലീറ്റ്ലി അത് എയിൽ സീറോ നോളജ് ഉള്ള ഒരാൾക്ക്, ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു അവയർനെസ് മാത്രമുള്ള ഒരാൾക്ക് എങ്ങനെ എ ഐ പഠിച്ചു തുടങ്ങാം. അതായത് നമ്മൾ എല്ലാം ഫ്രീ ടൂൾസ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏർലി ഗ്രാഡ്സ് ആയിട്ടുള്ള ആളുകൾ. സോ എ ഐ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളോട് പലരും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും, അത് മെഷീൻ ലേണിംഗ് അറിയണം, ഡീപ്പ് ലേണിംഗ് അറിയണം, പ്രൊജക്ട്സ് വേണം, പൈത്തൺ വേണം, മാത്സ് പഠിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതെല്ലാം ഏതെല്ലാം എങ്ങനെയെല്ലാം ലെവലിൽ പഠിച്ചു തുടങ്ങണം, ആദ്യം ഏത് പഠിക്കണം, അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എ ഐ പഠിക്കുന്നവർ ഏകദേശം 4 ടൈപ്പ് ഉണ്ടാവും നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ എ ഐ ഫോർ എവരി വൺ ഇതൊരു അവയർനെസ് കോഴ്സ് ആയിരിക്കും. എല്ലാ ടൂൾസും കാര്യങ്ങളും എല്ലാം ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോകുന്നു. അങ്ങനെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സ്. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞത് എ ഐ ടൂളുകൾ പഠിക്കാനുള്ള കോഴ്സ്. അതായത് ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ അത് അഡോബ് ഫയർഫ്ലൈ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതുപോലെ എ ഐ ടൂളുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ഡൊമൈൻ, അതായത് എ ഐ അല്ലാത്ത ഡൊമൈൻസ് എങ്ങനെ ഫാസ്റ്റ് ആക്കാം എന്നുള്ളത്. ഇപ്പോൾ ചാറ്റ് ജി പി ടി എങ്ങനെ നിങ്ങളുടെ വർക്കിന് യൂസ് ചെയ്യാം എന്നൊക്കെ പറയുന്ന കോഴ്സുകളുണ്ട്. അത് എ ഐ ടൂൾ യൂസ് ചെയ്യാനുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ എ ഐ പഠിക്കുക, അതായത് ഒരു ജോബിന് വേണ്ട രീതിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് എ ഐ പഠിക്കുക. അതല്ലെങ്കിൽ എ ഐ റിസർച്ച്, അതായത് വളരെ ഇൻഡെപ്ത് കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള പുതിയ ആർക്കിടെക്ചേഴ്സും ഇപ്പോൾ ഉള്ള ആർക്കിടെക്ചറുകളെ മോഡിഫൈ ചെയ്ത് പുതിയ റിസൾട്ട്സ് ജനറേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെല്ലാം ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. നമ്മളതിൽ സംസാരിക്കാൻ പോകുന്നത് മൂന്നാമത് പറയുന്നതാണ്. അതായത് ഒരു ജോലി കിട്ടേണ്ട രീതിയിലോട്ട് എങ്ങനെ എ ഐ പഠിച്ചെത്താം, അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് എ ഐ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ജോബ് ലെവലിലോട്ട് പ്രിപ്പയർ ആവാം എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എ ഐ പഠിക്കുന്നതിന് ഏകദേശം ഒരു 3 ലെവൽസ് ഉണ്ടാവും. എസ്പെഷ്യലി ജോബ് ലെവലിലോട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ബിഗിനർ ലെവൽ ഉണ്ടാവും, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ഉണ്ടാവും, ഒരു എക്സ്പേർട്ട് ലെവൽ ഉണ്ടാവും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ബിഗിനർ ലെവലാണ്. ഇനി ഗോയിങ് ഫോർവേഡ് നമ്മൾ ഈ ലെവൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിന് വേണ്ടതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് അടുത്ത വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഒരു എക്സ്പേർട്ട് ലെവൽ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു ഡൊമൈനിലോട്ട് വേണ്ട രീതിയിലോട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ജോബിൽ കയറിയ ശേഷം നിങ്ങൾ സ്വയം പഠിച്ച് മാറാനും സാധിക്കുന്നതാണ്. ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഒരു ജോബ് റെഡി ആയിരിക്കും. ബേസിക് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ്. സോ ബേസിക്സ് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 5 സെക്ഷൻസ് ആണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത് ഒരു മെഷീൻ ലേണിംഗ് പഠിക്കുകയാണെങ്കിൽ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോഡിങ്, അതായത് പൈത്തൺ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കോഡിങ് ലാംഗ്വേജ്, എസ്പെഷ്യലി എഐൻ്റെ ലാംഗ്വേജ് പൈത്തൺ ആണ്. അപ്പോൾ പൈത്തൺ അറിഞ്ഞിരിക്കണം. അതുപോലെ അത് മാത്സ് അറിഞ്ഞിരിക്കണം. അത് മെഷീൻ ലേണിങ്ങിനാണേലും അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗ് ഇതിൻ്റെയൊക്കെ ബേസ് ബാക്കിലുള്ള മാത്സ് അറിഞ്ഞാലേ നമുക്ക് യഥാർത്ഥത്തിൽ അതിനെ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യാനും അതിൽ പ്രോബ്ലംസ് വന്നാലും റെക്ടിഫൈ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ എം എൽ, ഇത് മെഷീൻ ലേണിങ്ങിൻ്റെ ഓരോ അൽഗോരിതംസ് എങ്ങനെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണ്, പ്രൊഡിക്റ്റീവ് മോഡൽസ്, സൂപ്പർവൈസ് ലേണിംഗ്, അൺസൂപ്പർവൈസ് ലേണിംഗ്, അതിൻ്റെ ഓരോ ടൈപ്സും കാര്യങ്ങളെല്ലാം അറിയുന്നതാണ് മെഷീൻ ലേണിംഗ്. അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ്, ഇത് ഒരു ബിഗിനർ ലെവലിലെത്തിയ അത്ര നിർബന്ധമല്ല, പക്ഷേ ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരു ജോബ് റെഡിയായി, അത് ഗോയിങ് ഫോർവേഡ് നെക്സ്റ്റ് ലെവലിലെല്ലാം നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രൊജക്ട്സ്, അതായത് ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ള പ്രൊജക്ട്സ് നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കാണിക്കുന്ന രീതിയിലോട്ട് നിങ്ങൾ പ്രൊജക്ട്സ് ഉണ്ടാവുക, അതിനോട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഐൻ്റെ ലാംഗ്വേജ് പൈത്തൺ ആണ്. നമ്മളൊരു ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തെ കുറിച്ച് എടുക്കുക. അപ്പം ലെറ്റ്സ് ജർമ്മനി. അപ്പം ജർമ്മനിയിലുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണം. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതൊരു കുറച്ചുകൂടെ ലോജിക് ബേസ്ഡും റൂൾ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കുക. ഏതൊരു ലാംഗ്വേജിനുള്ളതുപോലെ, ഒരു ഗ്രാമർ ഉള്ളതുപോലെ ഇതിനും അതിൻ്റേതായ ലോജിക്കുകളും റൂളുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഒരു നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ പല ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ് പൈത്തൺ ആണ്. അതായത് അതിന് ഒരുപാട് കമ്പ്യൂട്ടേഷണൽ ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്, പക്ഷേ ഒരു എ ഐ പെർസ്പെക്റ്റീവിൽ ഏറ്റവും കൂടുതൽ, അതായത് എ ഐ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് പൈത്തൺ ആണ്. സോ പൈത്തൺ നിങ്ങൾക്ക് പഠിച്ച് തുടങ്ങാൻ പ്രധാനമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 3 റിസോഴ്സസ് ആണ്. ഒന്ന് W3 സ്കൂൾസ്, പിന്നെ GPT. അതായത് GPT നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങൾക്ക് പഠിക്കുന്ന അസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും.
അതുപോലെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ബിഗിനേഴ്സ് കോഴ്സ് ഉണ്ട്. പൈത്തൺ ബിഗിനേഴ്സ് കോഴ്സ് ഒരു 2-3 ഹവേഴ്സിൻ്റെ ഒരു കോഴ്സുകളുണ്ട്. ഇത് ഇനഫായിരിക്കും ഒരു ബേസ് ലെവലിൽ നിങ്ങൾക്ക് പൈത്തൺ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇനഫാണ്. അതിന് പൈത്തണിൽ തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടൊരു ബേസിക് ലെവലിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഈഫെൽസ് അല്ലെങ്കിൽ പിന്നെ ലൂപ്പ്, ലിസ്റ്റ്, ഡിക്ഷണറി, ഫങ്ഷൻസ്. ബാക്കി കാര്യങ്ങൾ അറിയണ്ടെന്നല്ല പറയുന്നത്. ഞാൻ ഇത് വളരെ ബിഗിനറായിട്ട് തുടങ്ങുന്ന ആളുകൾക്കാണ്. അവരെ തന്നെ നേരെ പിടിച്ച് അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലോട്ട് അതുപോലെ ഇൻഹെറിറ്റൻസ് ഇതുപോലത്തെ കൺസെപ്റ്റ്സിലോട്ട് ഇടാതെ വളരെ സിമ്പിളായിട്ട് തുടങ്ങാം. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടും കൂടുതൽ പഠിച്ച് ഇതിൽ ഫെമിലറൈസ് ആയ ശേഷം ഇതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കോൺസെപ്റ്റിലോട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിൽ പോകാവുന്നതാണ്. ഒരു ബേസിക് അൽജിബ്ര, സ്ക്വയർ കൂട്ടാനും കുറക്കാനും കാര്യങ്ങളും എല്ലാം, അതുപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, എസ്പെഷ്യലി ഡീപ്പ് ലേണിംഗ് ഒക്കെ വരുമ്പം അത് മെട്രിക്സേ ഉള്ളൂ. പിന്നെ പ്രോബബിലിറ്റി, ഒരു ബയസ് ക്ലാസിഫയറും കാര്യങ്ങളും വരുമ്പോഴാണ് പിന്നെ ML ആവശ്യമുള്ളതെങ്കിൽ പോലും ഇപ്പം അത്ര നിർബന്ധമില്ലെങ്കിലും അറിഞ്ഞിരിക്കൽ, ബേസിക് പ്രോബബിലിറ്റി അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഏതൊരാൾക്കും സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റാൻഫോർഡിൻ്റെ കോസറയിലുള്ള സൂപ്പർവൈസ് മെഷീൻ ലേണിംഗ്, റിഗ്രഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള റിഗ്രഷൻ ക്ലാസിഫിക്കേഷനുള്ള ആൻഡ്രൂ എഞ്ചിൻ്റെ കോഴ്സാണ്. ഞാനൊക്കെ ഈ കോഴ്സ് വെച്ചിട്ടാണ് പഠിച്ചിരുന്നത്. ഇതിൻ്റെ പഴയ വേർഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. യഥാർത്ഥത്തിൽ ആൻഡ്രൂ എഞ്ചിക്ക് നമ്മൾ താങ്ക്സ് പറയണം. കാരണം എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ ഭയങ്കര ഫ്രീ ആയിട്ടും ആക്സസിബിൾ ആയിട്ടും തന്നത് അദ്ദേഹമാണ്. നോളജ് ഫ്രീ ആണ്. അതായത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. പക്ഷേ നിങ്ങളിത് ഓഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സ് വീഡിയോസും കാര്യങ്ങളും എല്ലാം കിട്ടും. അസൈൻമെൻറ്റ്സ് ചിലപ്പോൾ കിട്ടിക്കോളുന്നില്ല, പക്ഷേ ഒരുപാട് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ GPT-നോട് ചോദിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ ലെക്ചേഴ്സും കാര്യങ്ങളെല്ലാം ഫ്രീലി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ്. അപ്പം ഇത് റെക്കമെൻഡഡ് ആണ്. പക്ഷേ ML കുറച്ച് പ്രൊജക്റ്റുകൾ കൂടി ചെയ്ത ശേഷം ഇതിലോട്ട് വരുന്നതാണ് നല്ലത്. അതായത് ML നിങ്ങൾ ഗ്രിപ്പായ ശേഷം DL വരുന്നതാണ് നല്ലത്. കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ AI ട്രെൻഡിങ് പാർട്സ്. അതായത് ഇപ്പം മെഷീൻ ലേണിംഗിലെ ഒരു അഡ്വാൻസ്ഡ് പാർട്ടാണ് ഡീപ്പ് ലേണിംഗ്. ഡീപ്പ് ലേണിംഗിലെ തന്നെ അഡ്വാൻസ്ഡ് പാർട്ടാണ് ട്രാൻസ്ഫോമേഴ്സ്. ഈ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ GPT അതുപോലത്തെ ആർക്കിടെക്ചറുകളും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കലും അതുപോലെ തന്നെ കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ലുകളാണ്. ഭയങ്കരമായിട്ട് ജോലി കിട്ടുന്ന സ്കില്ലുകളാണ്. അപ്പോൾ ML റെഡി ആയ ശേഷം തിരിച്ചു വരേണ്ട ഒരു ടോപ്പിക്കാണ് DL. ഇത് വേണമെങ്കിൽ ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ പിക്കപ്പ് ചെയ്താലും മതിയാവും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രൊജക്ട്സ്. അപ്പോൾ അത് ഒരു കുട്ടിക്ക് നമ്മൾ ഈ ബിൽഡിംഗ് ബ്ലോക്സുകൾ കൊടുക്കുമല്ലോ. ഈ ബ്ലോക്സ് വെച്ചിട്ട് കുട്ടി ചിലപ്പോൾ വീടുണ്ടാക്കും, ഒരു കാർ ഉണ്ടാക്കും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് പൈത്തണും മെഷീൻ ലേണിങ്ങും ഡീപ്പ് ലേണിംഗ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും തന്നാൽ ഇത് ഓരോന്നൊരു ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ടൊരു സൊല്യൂഷൻസും കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യാം, അത് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്ന ഇതെല്ലാം കോർത്തിണക്കി ഒരു അസംബിൾ ചെയ്തൊരു സൊല്യൂഷൻ ആക്കുമ്പോഴാണ് നിങ്ങളൊരു ഇതിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നല്ലൊരു ഗിറ്റ്ഹബ് റെപ്പോ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള പൈത്തണിൽ ഡാറ്റ അനാലിസിസിനും കാര്യങ്ങൾക്കും എല്ലാം അറിയേണ്ട. ഇപ്പം പാണ്ടാസ്, നംപൈ, മാറ്റ്പ്ലോട്ലിബ്, അതായത് പ്ലോട്ടിങ്ങിന് മാറ്റ്പ്ലോട്ലിബ്, ഇതുപോലത്തെ ബേസിക് ലൈബ്രറീസ് വെച്ചിട്ട് നല്ലോണം ഫെമിലിയറൈസ് ആവുക. ഇത് വെച്ചിട്ട് സൊല്യൂഷൻസ് ചെയ്യുക. ഒരു എക്സൽ ഡാറ്റ അനലൈസ് ചെയ്യാനും അതിൽ നിന്ന് ഒരു ഇൻസൈറ്റ്സ് ജനറേറ്റ് ചെയ്യാനും പാണ്ടാസും നംപൈയും മാറ്റ്പ്ലോട്ലിബും ധാരാളമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ മോഡൽസും ഡീപ്പ് ലേണിംഗ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഹഗ്ഗിംഗ് ഫേസിലെ മോഡൽസും എല്ലാം ഫ്രീ ആണ്. അപ്പം ഈ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് അവൈലബിൾ ആവുന്ന ഒരു സ്ഥലമാണ്, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഹഗ്ഗിംഗ് ഫേസ്. അപ്പോൾ ഇത് ചുമ്മാ പോയി ട്രൈ ചെയ്ത് നോക്കുക, അത് വെച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഫെമിലിയറൈസ് ചെയ്ത് ഓരോ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ടോപ്പിക്കിൽ ഒരു ഇൻട്രസ്റ്റ് വരും. അങ്ങനെ പ്രൊജക്ട്സ് ചെയ്ത് നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനോട് വളരെ ഫെമിലിയറൈസ് ചെയ്യുക, അതെല്ലാം വെച്ച് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോഴാണ് നിങ്ങളൊരു കാര്യം പഠിക്കുക. എല്ലാം നിങ്ങളൊരു ലെക്ചർ കേട്ട് ഇങ്ങനെ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ അത് അത്രത്തോളം പഠിച്ചോളണമെന്നില്ല. അതുപോലെ തന്നെ ChatGPT നിങ്ങൾക്ക് കോഡിങ് പഠിക്കുമ്പോഴും പ്രൊജക്ട്സ് ചെയ്യുമ്പോഴും ഏറ്റവും നിങ്ങളെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ളത് GPT ആണ്. GPT-നോട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറയാം. സോ യഥാർത്ഥത്തിൽ ഇന്ന് അത് AI പഠിക്കുക അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഏത് കാര്യങ്ങൾ പഠിക്കുന്ന ഒരാൾക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അസിസ്റ്റൻ്റാണ് GPT. അപ്പോൾ GPT-നെ ഒരു അസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് കോഡ് GPT-നോട് ചോദിച്ച് GPT മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലോട്ടാവരുത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ബേസിക്സ് മനസ്സിലാക്കി ചെയ്യുക.
അത് മനസ്സിലായ ശേഷം നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് GPT-യോട് ചോദിക്കുന്നത് ദാറ്റ്സ് ഓക്കെ. പക്ഷെ പഠിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് കോഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്യാൻ തുടങ്ങിയാൽ അതിനെക്കുറിച്ച് ബ്ലോഗ് എഴുതാം. അതുപോലെ അതിനെക്കുറിച്ച് വേണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ലിങ്ക്ഡിനിലോ എക്സിലോ ഒക്കെ ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഗിറ്റ് റെപ്പോ നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ പറയും റിക്രൂട്ടേഴ്സ് ചിലപ്പോൾ ഗിറ്റ് ഹബിൽ എത്രത്തോളം ഗ്രീൻ ഉണ്ടെന്നും പച്ച ഉണ്ടെന്നും നോക്കും. അതുപോലെ ഈവൻ ഒരു സിമ്പിൾ പ്രൊജക്റ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മീഡിയത്തിൽ ബ്ലോഗ് ചെയ്യാൻ ശ്രമിക്കുക. മീഡിയത്തിൽ ബാക്കിയുള്ളവർ എഴുതിയ ബ്ലോഗുകളും കാര്യങ്ങളും വായിക്കുക. അങ്ങനെ ബാക്കിയുള്ളവരുടെ വർക്കിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആളുകൾ എന്തെല്ലാമാണ് ബിൽഡ് ചെയ്യുന്നത്, ഇപ്പോൾ എന്തെല്ലാമാണ് ഇൻഡസ്ട്രിയിൽ നീഡ്സ് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ഒരു സ്പേസിൽ നിൽക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞത് പൈത്തൺ, ഡീപ്പ് ലേണിംഗ്, പ്രൊജക്ട്സ്, മെഷീൻ ലേണിംഗ്, മാത്സ്, ഇത് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഒരു സ്പെസിഫിക് ഓർഡർ ഉണ്ടോ ചോദിച്ചാൽ പൈത്തൺ ആദ്യം പഠിക്കണം, മാത്സും ആദ്യം പഠിക്കണം, എന്നിട്ട് ML-ലോട്ടും DL-ലോട്ടും വരാൻ സാധിക്കുള്ളൂ. പ്രൊജക്ട്സും ഇത് പൈത്തൺ പഠിച്ച ഉടനെ നിങ്ങൾക്ക് പൈത്തൺ മാത്രമുള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാം. മെഷീൻ ലേണിംഗ് പഠിച്ച ശേഷം മെഷീൻ ലേണിംഗ് ഉള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് നോക്കാം. പക്ഷേ ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി തീർന്ന ശേഷം മറ്റേതിലോട്ട് പോവുക എന്നുള്ള ഫ്രെയിം വർക്ക് ഒന്നുമില്ല. ഒന്ന് കുറേശ്ശെ പഠിക്കാം, എന്നിട്ട് അതിന് ശേഷം ചെയ്യാം. ഇപ്പം മെഷീൻ ലേണിംഗ് പഠിച്ചു, നിങ്ങളൊരു ആൽഗോരിതം, ഇപ്പം ലെറ്റ്സ് ലീനിയർ റിഗ്രഷൻ പഠിച്ചു, അത് നിങ്ങൾ പ്രൊജക്റ്റായി ചെയ്തു നോക്കി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്ത ശേഷം ഇനി ലെറ്റ്സ് നിങ്ങൾ DL പഠിക്കണം. അപ്പോൾ DL-ന് വേണ്ട രീതിയിലോട്ട് പൈടോർച്ചും അതിന് വേണ്ട ലൈബ്രറീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോൾ വീണ്ടും പൈത്തൺ പോയി പൈടോർച്ചും ടെൻസർഫ്ലോയോ അല്ലെങ്കിൽ അതുപോലത്തെ ലൈബ്രറീസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് ജേണിയാണ്. ഒന്ന് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത ശേഷം അത് അടുത്തതിലോട്ട് എന്നുള്ളത് ആക്കരുത്. ഇത് അത്യാവശ്യം ടൈം എടുക്കുകയും ചെയ്യും. അത് സഫീഷ്യൻ്റ്ലി ലോങ് ടൈം. നിങ്ങളെ ഒരു മാസം കൊണ്ട് ഒരു എക്സ്പേർട്ടാക്കി തരാനോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് അങ്ങനെ ആക്കാനോ അങ്ങനെ ആരും അത് സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു അറ്റ്ലീസ്റ്റ് 3 to 6 months വേണം. ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് സംസാരിക്കുകയാണെങ്കിൽ ഒരു സെമസ്റ്ററിൽ എങ്കിലും മിനിമം വേണം ഒരു ഇതിലൊരു അത്യാവശ്യം ബേസും കാര്യങ്ങളും എല്ലാം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതൊരു അബ്സല്യൂട്ട് ബിഗിനർ ആയ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു നോളജും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ആളുകൾ പൊതുവേ ഒരു പാനിക് ആളുകളിൽ ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും ജോബ് നഷ്ടമാകുന്നു, എല്ലാവരും AI പഠിക്കൂ, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകളൊക്കെ സെല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ആളുകളുടെ ഫിയറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നല്ല കോഴ്സ്, ചിലതൊക്കെ നല്ല കോഴ്സുകളുമാണ്, പക്ഷേ കുറേ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോ ക്വാളിറ്റി കോഴ്സസ് ഉണ്ട്. അപ്പം നല്ലത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നോളജാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എല്ലാ റിസോഴ്സും ഫ്രീലി ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങളങ്ങനെ ഒരു സ്പെഷ്യൽ കോഴ്സിൻ്റെ ആവശ്യമില്ല, എസ്പെഷ്യലി ബേസിക് ലെവലിൽ. ഇനിയൊരു അഡ്വാൻസ് ലെവലിൽ വെച്ചാൽ നിങ്ങളിപ്പോൾ NLP-ൽ മാത്രം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഷനിൽ മാത്രമായിട്ട് നിങ്ങൾക്കൊരു കോഴ്സ് ചെയ്യണമെന്നാണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് എടുക്കുന്നത് ഓക്കെ ആയിരിക്കും. കാരണം അതിൻ്റെ നോളജും കാര്യങ്ങളൊക്കെ ഇത് ബിൽഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ടൈം ടേക്കിംഗ് ആണ്. അപ്പോൾ അവർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ വളരെ ബേസിക് ലെവലിൽ AI ടൂൾസ് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ AI ബേസിക്സ് പഠിക്കാനൊക്കെ ടൂൾസ് നോളജും കാര്യങ്ങളും എല്ലാം ഇൻ്റർനെറ്റിൽ ഫ്രീലി അവൈലബിൾ ആണ്. ഒരു കോഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സോ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കൺസിസ്റ്റൻസി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് നിങ്ങൾ പഠിക്കുന്നത് എന്നും പഠിക്കുക. എന്നും 1 മണിക്കൂറേ പഠിക്കുന്നുള്ളെങ്കിൽ പോലും ആ 1 മണിക്കൂർ എന്നും പഠിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു ദിവസത്തിലോ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഓവർ 6 months അല്ലെങ്കിൽ ഓവർ an year നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്നും പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും പെർഫെക്ഷൻ ചേസ് ചെയ്യാതിരിക്കുക. പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നും കുറേ കാര്യങ്ങൾ പഠിക്കുക. പെർഫെക്ഷനിസം എത്തിക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്ത് എന്നും വർക്ക് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആയിരിക്കാനും ശ്രമിച്ചാൽ ഒരു സഫിഷ്യൻ്റ്ലി ലോങ് ടൈം നിങ്ങളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങളും പൈത്തൺ എങ്ങനെ പഠിക്കണം, പൈത്തണിൽ ഓരോ സെക്ഷൻസ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ കാണിച്ച W3 സ്കൂൾസും കാര്യങ്ങളെല്ലാം വെച്ച് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോസ് ചെയ്തതാണ്. ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. അത് നമുക്ക് കൂടുതൽ ടൈം കിട്ടുമ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് ജോബ് ലെവലിന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഓരോ ഏതെല്ലാം പ്രൊജക്റ്റുകൾ ചെയ്യണം, അത് വർക്കിംഗ് ആൻഡ് ML DL മോഡൽസിൻ്റെ വർക്ക്, അതുപോലെ എങ്ങനെ പ്രൊജക്ട്സ് അത് വെച്ച് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്.
നേരത്തെ പറഞ്ഞ പോലെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പിനോ അല്ലെങ്കിൽ ജോബിനോ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിരിക്കും. ഒരു ബേസിക് ലെവലിൽ അത് അത്രത്തോളം ഇല്ല, എന്നാൽ പോലും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിങ്ങൾ പ്രൊജക്ട്സും കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇനി ഈവൻ കോളേജ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബേസിക്സും അതുപോലെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ചുകൂടെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരു അഡ്വാൻസ്ഡ് ലെവൽ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ജോബിൽ നിന്നൊക്കെയാണ് നമ്മൾ പിക്കപ്പ് ചെയ്യുക. അത് നമ്മൾ ഏതെങ്കിലും ഒരു വെർട്ടിക്കലിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യും. അതായത് ഇപ്പോൾ NLP, CV, ഓഡിയോ ഏതെങ്കിലും ഒരു ഡൊമൈനിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാറ്റയിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫീൽഡിൽ മോർ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെവൽ ആണ് ഒരു ജോബ് റെഡി ലെവൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.